Assalamu alaikum and hello friends. എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ്ഡ് ജിഞ്ചർ. നാവിൽ വെള്ളമൂറിക്കുന്ന വിഭവമാണ് ഞണ്ട് കറി. ഞണ്ട് വിഭവങ്ങൾക്ക് എവിടെയും ഡിമാൻഡ് കൂടുതലാണ് അല്ലേ? എന്നാൽ ഞണ്ട് വറുത്തത് കഴിച്ചിട്ടുണ്ടോ? സ്പെഷ്യൽ വിഭവമായ ഞണ്ട് വറുത്തത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട സീ ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്രാബ് തന്നെയാണ്. ഈ രുചികരമായ വിഭവം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. രുചികരമായ ഈ ഞണ്ട് ഫ്രൈ തയ്യാറാക്കാൻ നമുക്കൊരു മസാല തയ്യാറാക്കണം. ഇതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് 1/3 കപ്പ് ജീരകം ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം നമ്മൾ ജീരകം എടുത്ത അതേ കപ്പിൽ തന്നെ 1/4 കപ്പിനേക്കാൾ കുറച്ച് കമ്മി ഉലുവയും പിന്നെ അതേ ക്വാണ്ടിറ്റിയിൽ കടുകും എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്ത ജീരകം ഉലുവയും പിന്നെ കടുകും വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് തണുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കുറച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഫൈൻ പൗഡർ ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ അരച്ചെടുത്ത പൗഡർ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. വലിപ്പമുള്ള ഞണ്ടാണ് ഇപ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാലുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല ഫ്രൈ ചെയ്യാനായിട്ട്. ആ വയറ് മാത്രം എടുത്തിട്ടാണ് ഞാൻ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. മസാലയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1.5 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ അരച്ചെടുത്ത മസാല 1 ടീസ്പൂൺ. ഈ മസാലയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നിങ്ങൾക്കുള്ള ക്രാബിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ 1 നാരങ്ങയുടെ നീരും, രുചിക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു തിക്ക് പേസ്റ്റ് റെഡിയാക്കുകയാണ്. നമുക്ക് ക്രാബ് എടുത്തിട്ട് ഇതിനെ ഈ മസാലയ്ക്ക് പുറത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാ ക്രാബിലേക്കും ഞാൻ ഈ മസാല മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റി കമ്മി ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മുളകും മല്ലിയും ഈ എല്ലാ മസാലയും ചേർത്തിട്ട് ഒന്നും കൂടി പേസ്റ്റൊക്കെ റെഡിയാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ ക്രാബിലേക്കും ആഡ് ചെയ്ത് കൊടുക്കാം. മിനിമം 1/2 മണിക്കൂറെങ്കിലും ക്രാബിനെ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഒരു ഫ്രൈയിങ് പാനിലേക്ക് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ ഞണ്ടുകളെയും ഇതിലേക്ക് നിരത്തി കൊടുക്കാം. ഇനി ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു അരോമയാണ് നമ്മുടെ ഞണ്ട് ഫ്രൈ കിട്ടുക. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ക്രാബ് ഫ്രൈ ചെയ്യാം. അടച്ച് വെച്ചിട്ട് വേണം ക്രാബ് ഫ്രൈ ചെയ്യാൻ, നന്നായിട്ടൊന്ന് ഉള്ളിലൊക്കെ വേവാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ക്രാബ് എല്ലാ ഭാഗത്തും ഫ്രൈ ആവണം. അതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ക്രാബൊക്കെ ഉള്ളിൽ നന്നായി വേവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. എല്ലാ മസാലയൊക്കെ ഇതുപോലെ നന്നായി ഫ്രൈ ആയിട്ട് ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. പിന്നെ ക്രാബൊക്കെ ഇതുപോലെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞണ്ട് വെന്തിട്ടുണ്ടോ എന്ന് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ഞണ്ടിൻ്റെ ഇറച്ചി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഈ വലിയ വലിയ ഞണ്ടുകളുടെ വലിയ വലിയ കാലിനെ ഞാൻ എന്തു ചെയ്തെന്നല്ലേ, ഇതിൻ്റെ ഗ്രീൻ മസാല ഞാൻ റെഡിയാക്കി. ഗ്രീൻ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം. നിങ്ങളതിന് നോക്കിയിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്രാബിൻ്റെ ഗ്രീൻ മസാലയും നല്ല അടിപൊളി സംഭവം തന്നെയാണ്. ഇനി ചൂടോടെ നമ്മുടെ ഞണ്ട് ഫ്രൈ നമുക്ക് സെർവ് ചെയ്യാം. പല ടൈപ്പ് ഓഫ് ഞണ്ട് റെസിപ്പീസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക. എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. വായിൽ വെള്ളം മുറിക്കുന്ന ഈ ക്രാബ് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്, പിന്നെ വേഗം കുക്കാവുകയും ചെയ്യും. നല്ല രുചികരമായ സംഭവമാണ് കേട്ടോ. ഞാനും കുട്ടികളിരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇതുപോലുള്ള നല്ല നല്ല രുചികരമായ റെസിപ്പികൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ക്രഷ് ജിഞ്ചറിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.